ഹായ്, എൻ്റെ പേര് ജെനി. ഞാനൊരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റാണ് യുകെയിൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒക്യുപേഷണൽ തെറപ്പി എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. സോ ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറയുന്നത് ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്. അത് 4.5 വർഷത്തെ കോഴ്സാണ്. 4 ഇയേഴ്സും 6 മന്ത് ഇൻറ്റേൺഷിപ്പും. അപ്പം 4.5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ 4 മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ കൈയും കാലും ഫ്രാക്ചർ ആയവർ, അത് മൊത്തം ഡീൽ ചെയ്യുന്നവർ. ഇപ്പോൾ പീഡിയാട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പിള്ളേരുടെ മൊത്തം കണ്ടീഷൻസ് ലൈക്ക് ഡൗൺ സിൻഡ്രോം, ASD, ADHD, പിന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ലേണിംഗ് ഡിസോർഡർ, അങ്ങനെ പിള്ളേരുടെ ഓട്ടിസം എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകും. മെൻ്റൽ ഹെൽത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഡിപ്രഷൻ, സിസ്കോഫീനിയ, ബൈപ്പോളാർ, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി സിൻഡ്രോം, അങ്ങനെ ഉള്ള കണ്ടീഷനിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ന്യൂറോ സയൻസിൻ്റെ അകത്ത് മെയിൻലി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അതിൻ്റെ അകത്ത് സ്ട്രോക്ക്, പാരപ്ലീജിയ, അങ്ങനെയൊക്കെ. അപ്പം ബേസിക്കലി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇപ്പം പല ആൾക്കാർക്കും ഈ വക മേഖലയിൽ അവരെന്തെങ്കിലും കാര്യത്തിൽ ബാക്കിയുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം ബേസിക്കലി അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അതാണ് നമ്മുടെ ജോലി. എന്ന് വെച്ചാൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതെല്ലാം അവരെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഞാൻ ബേസിക്കലി ഇപ്പം ഓർത്തോ എടുക്കുന്നെങ്കിൽ, ഓർത്തോൻ്റെ അകത്ത് നമ്മുടെ കൈയും കാലിലും ഫ്രാക്ചർ ആയവർ, സർജറി കഴിഞ്ഞവർ, ആക്സിഡൻ്റ് ആയവർ, അപ്പോൾ അവർക്ക് ആ കൈയും കൊണ്ട് അവരുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർ ആരെങ്കിലുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവരെ തെറപ്പി വഴി, സ്പ്ലിൻറ്റ് ചെയ്ത്, എക്സസൈസ് വഴി, എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വഴി നമ്മൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അവരാരുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവണ്ട. ഇപ്പം പീഡിയാട്രിക്സിലാണെങ്കിൽ പിള്ളേരുടെ ഇങ്ങനത്തെ ഇതുപോലെ ഓട്ടിസം ആയവർ, അവർക്കൊന്നും അങ്ങനെ സിറ്റിംഗ് ടോളറൻസ് ഉണ്ടാവില്ല, ഐ കോണ്ടാക്റ്റ് ഡിഫിക്കൽട്ടി ഉണ്ടാകും, ലേണിങ് ഉണ്ടാകത്തില്ല, സ്പീച്ചിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ തെറപ്പി ചെയ്ത് നമ്മൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരുടെ സ്വന്തം കാര്യങ്ങൾ അവരെ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ജോബ്. നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ബാച്ചിലേഴ്സ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് തന്നെ നമുക്ക് എല്ലാവർക്കും നാട്ടിൽ നിന്ന് എവിടെയാണെങ്കിലും നമുക്കൊരു സെൻറ്ററിലാണെങ്കിലോ ഹോസ്പിറ്റലാണെങ്കിലോ, ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാം. നമുക്ക് എവിടെയെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഓൾഡ് ഏജ് ഹോം, ഷിപ്പിൽ, എല്ലായിടത്തും നമ്മൾക്ക് റോളുണ്ട്. എല്ലായിടത്തും നമുക്ക് ജോബ് ചെയ്യാവുന്നതാണ്. PG കഴിഞ്ഞാലും PhD കഴിഞ്ഞാലും, PG നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ബാച്ചിലേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എവിടെയാണെങ്കിലും, ഇപ്പോൾ നാട്ടിലാണെങ്കിലോ ഇപ്പോൾ പുറത്തുള്ള രാജ്യത്തോ ഒക്കെ നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ 1 ഇയർ വർക്ക് ചെയ്തു പീഡിയാട്രിക്സ് ആയിട്ട്. അപ്പം ബേസിക്കലി നാട്ടിൽ കൂടുതലും പീഡിയാട്രിക്സ് ആണ് നമുക്ക് സ്കോപ്പ് ഉള്ളത്. ഒരുപാട് പീഡിയാട്രിക് ക്ലിനിക്സ് ഉണ്ട് ഓൾ ഓവർ ദി കേരള. ഇപ്പം ഇന്ത്യൻ്റെ അകത്താണെങ്കിലോ, ഇന്ത്യൻ എല്ലാം ആണെങ്കിൽ, ഇപ്പം നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ കൂടുതലും ഓർത്തോയും ന്യൂറോയും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. 1 ഇയർ ഞാൻ UK വന്നത്, ഞാൻ 1 ഇയർ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ 6 മന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ റിക്രൂട്ട്മെൻ്റ് ഉണ്ടായിരുന്നു കൊച്ചി വെച്ചിട്ട്. UK ഇച്ചിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടാണ് ഞാൻ UK ജോലിക്കായിട്ട് വന്നത്. 6 മന്ത് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ ഒരു അഡൾട്ട് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റായിട്ട്. അപ്പോൾ വേറെ നമുക്ക് ഇപ്പം കുറേ നാട്ടിലാണെങ്കിലും, കേരളത്താണെങ്കിലും, ബാംഗ്ലൂർ, കർണാടകയിലായിട്ടുണ്ടും കുറേ കോളേജസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡിമാൻഡാണ് സീറ്റിനെല്ലാം. അപ്പോൾ നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തത്തെ ഫീസോ അല്ലെങ്കിൽ അതുപോലത്തെ അഡ്മിഷൻ പ്രോസസ്സ് അല്ല ഇപ്പം. ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡൊണേഷന്, എക്സാംസ്, എൻട്രൻസ് അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ കോഴ്സ്, നമ്മളെന്താ ചെയ്യുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്താ, അതിൻ്റെ റോൾ എന്താ, അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാനായിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിൻ്റെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് യു കെയിലേക്ക് വന്നത്, യു കെയിലെ ലൈഫ്, ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി, അതൊക്കെ എൻ്റെ വേറെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.